അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു ഡേറ്റ്സ് റോൾ അല്ലെങ്കിൽ ഡേറ്റ്സ് ബർഫി അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് ബർഫി എന്നൊക്കെ പറയാം, അതാണിന്ന് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി റെസിപ്പി കൂടെയാണ്. ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിനി നമ്മളെ റെസിപ്പിയിലേക്ക് പോവാം. ബിസ്മില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡേറ്റ്സ് ആണ് വേണ്ടത്. ഞാനിവിടെ കുറച്ച് ഡേറ്റ്സൊക്കെ കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 600 ഗ്രാം ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചായിട്ട് ഡേറ്റ്സ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. പക്ഷേ നമുക്ക് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണമായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡേറ്റ്സും കൂടെ അങ്ങോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂ, ബദാമും പിന്നെ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യാത്തതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കസ്കസ് ആവശ്യമുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ വെളുത്ത എള്ള് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ പാത്രം അവിടെ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്കസ് ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ കസ്കസ് ഞാനൊന്ന് ചെറുതായിട്ട് കഴുകി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് നല്ല ഡ്രൈ ആയി കിട്ടുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക. ഓയിലൊന്നും ചേർത്തിട്ടില്ല, ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. തീ നല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കസ്കസൊക്കെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും പിന്നെ കാഷ്യും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിസ്തയും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ നട്ട്സൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യ് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇത് ചൂടാവുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ഡേറ്റ്സ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മളെ ഡേറ്റ്സിൻ്റെ എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെ ഡേറ്റ്സൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ അത് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരം ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സൊക്കെ കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള നട്ട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 നുള്ളി ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ ഡേറ്റ്സിൻ്റെ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മളെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇനി നമ്മളെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സിലിണ്ടർ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉരുട്ടി ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് അത്യാവശ്യം ചൂടോടെ തന്നെ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ 2 സൈഡും അത് നല്ലോണം കറക്റ്റ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കാം.
ഇനി ഇതാ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും എടുത്തിട്ട് വിരിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ നമ്മളിത് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ കസ്കസ്, അതിങ്ങനെ വിതറി കൊടുക്കുക. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ്. പിന്നെ ഇടയ്ക്ക് ഈ കസ്കസ് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റുമാണ്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്ത വെള്ളമോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടി ഇതുപോലെ അങ്ങനെ വെതറിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇനി റോൾ ചെയ്തെടുക്കാം. നമ്മളിത് നന്നായിട്ട് റോൾ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബട്ടർ പേപ്പറിൽ കവർ ചെയ്തിട്ട് നല്ലോണം റാപ്പ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. നമ്മളെ ഡേറ്റ്സ് റോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് തണുപ്പിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ കുറച്ച് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് തണുപ്പിച്ച് കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് ഹാർഡായി കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ നല്ല ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 മാസം വരെയൊക്കെ കേടുവിടാതിരിക്കും. പക്ഷേ നമ്മളിത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. വെറും 2 ദിവസം കൊണ്ട് പാത്രം കാലിയാവുന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻസിലൂടെ അറിയിക്കാൻ മടിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.